വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം ബാക്ക് വിത്ത് അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാത്സ് സ്റ്റഡി വ്ളോഗാണ്. ഞാൻ എൻ്റെ മിഡ് ടൈം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു വ്ളോഗാണ്. സോ എൻ്റെ മിഡ് ടൈം എക്സാം അതായത് മാത്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ദിവസവും ലീവായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസവും മഴയൊക്കെ കാരണം ലീവായിരുന്നു. ഇനി ഞാൻ പ്രിപ്പയർ ചെയ്തപ്പെടുത്ത വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ എനിക്ക് യൂസ്ഫുള്ളായിട്ട് മാത്സ് പഠിക്കുമ്പോൾ തോന്നിയ കാര്യം അതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ ഫസ്റ്റ് തന്നെ ഞാനൊരു ക്ലാസ് കാണുമ്പോൾ വെറുതെ കണ്ടുകൊണ്ടിരിക്കാറില്ല. ആദ്യം തന്നെ അതിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. പിന്നെ നോട്ട്ബുക്കിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അപ്പോൾ എല്ലാം മനസ്സിലാവും. പക്ഷേ വീണ്ടും നമുക്കൊരു ട്രിക്കി ലെവൽ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹാർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. സോ ക്ലാസ് കാണുമ്പോൾ തന്നെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസ് കാണുക. യൂട്യൂബിലാണെങ്കിലും ഇഷ്ടംപോലെ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. സോ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വൈബിന് കംഫോർട്ടായിട്ടുള്ള ക്ലാസ്സസൊക്കെ കാണുക. പിന്നെ എനിക്ക് അന്നത്തെ ദിവസം സ്കൂളിൽ അനുമോദനം ഉണ്ടായിരുന്നു. SLC ഫുൾ A+ കിട്ടിയത് ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് കിട്ടുന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പം വലിയ സന്തോഷം ഉണ്ടായിരുന്നു. എനിക്ക് 10th പഠിച്ചപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ വാങ്ങിക്കണം എന്ന്. അപ്പം എന്തായാലും ഹെഡ് മാസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് തന്നെ മൊമെൻറ്റം കിട്ടി. അപ്പം ഞങ്ങൾ 11 പേരെങ്ങാണ്ടേ ഉള്ളായിരുന്നു ഫുൾ A+ കിട്ടിയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ച് വന്നപ്പോൾ ഒത്തിരി സമയമായി. കാരണം അമ്മ PTEയുടെ എക്സിക്യൂട്ടീവ് ഇതിലുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സമയമായി. പിന്നെ എന്തായാലും ഞാൻ ക്ലാസ് കണ്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങി. രാത്രിയിലാണ് പിറ്റേ ദിവസം ലീവാണെന്ന് കളക്ടർ പ്രഖ്യാപിച്ചതൊക്കെ അറിഞ്ഞത്. എന്തായാലും അതുവരെ ഇരുന്ന് പഠിക്കുകയായിരുന്നു. 2 ചാപ്റ്ററിലും ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്തു. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ടെസ്റ്റ് പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിലെ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുമായിരുന്നു. കാരണം അത് നന്നായിട്ട് PYQ ഓറിയൻറ്റഡ് ആയിരുന്നു. സോ അതിലെയും ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് സോൾവ് ചെയ്യുമായിരുന്നു. ഞാൻ അതിൻ്റെ കൂടെ ഒരു സ്റ്റഡി വിത്ത് മീ ലൈവ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്റ്റഡി വിത്ത് മീ 20 മിനിറ്റ്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ കേട്ടോ. ഇനി അങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ പിന്നെ ഞാൻ മാത്സിൽ മാക്സിമം PYQ ഒക്കെ ചെയ്യുകയാണ്. കാരണം എനിക്ക് ഇത്തിരി പേടിയുണ്ടായിരുന്നു മിഡ് ടൈം അഥവാ ടഫായാലും. പിന്നെ നമുക്ക് അത്യാവശ്യം ഈ ഒരു എക്സാമൊക്കെ എഴുതി കഴിയുമ്പോഴാണ് എക്സാം പാറ്റേണൊക്കെ മനസ്സിലാവുക. പിന്നെ ഞാൻ ഡൗട്ട്സൊക്കെ വരുമ്പം ഇപ്പം എനിക്കത് ആൻസർ കിട്ടിയില്ലെങ്കിൽ ഒരു ടോപ്പിക്കിൽ ഡൗട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഗൂഗിളിലും സെർച്ച് ചെയ്യാറുണ്ട്. അതെനിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആവും. അപ്പം ഇനി എനിക്ക് പറയാനുള്ളത്, ഒരു ടോപ്പിക്കിൽ നമുക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ടേ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാറുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു കൺഫ്യൂഷനാവും. എസ്പെഷ്യലി മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി പോലത്തെ സബ്ജക്റ്റ്. അത്യാവശ്യം എല്ലാ സബ്ജക്റ്റും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഒരു സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ക്ലിയർ ആക്കാതെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഓരോ ടോപ്പിക്സും ക്ലിയർ ചെയ്ത് തന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുക. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് എന്തായാലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അധികം വരില്ല. കൂടുതലും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് ആൻസർ ചെയ്യാൻ പറ്റുന്ന പോലെ കേപ്പബിൾ ആവുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.